നമസ്കാരം. എല്ലാ UK മലയാളികൾക്കും ഗുഡ് മോർണിംഗ് UKയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പരിമിതമായ പ്രവർത്തനക്ഷമതകളോടെ gov.uk ആപ്പ് പുറത്തിറങ്ങുന്നു. പുതിയ സർക്കാർ ആപ്പ് ഇന്നു മുതൽ ലഭ്യമാകും. ബ്രിട്ടനിൽ താമസിക്കുന്ന 16 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സൗജന്യമായി ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ സാധിക്കും. ആദ്യ പതിപ്പിന് പരിമിതമായ പ്രവർത്തനക്ഷമത മാത്രമേ ഉള്ളൂവെന്നും ഉപയോക്താക്കളെ നിലവിലുള്ള സർക്കാർ വെബ് പേജുകളിലേക്ക് മാത്രമേ നയിക്കൂവെന്നും വർഷാവസാനത്തോടെ കൂടുതൽ സവിശേഷതകൾ ചേർക്കുമെന്നും ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈൽ വ്യക്തമാക്കി. പ്രായോഗിക ബുദ്ധിമുട്ടുകൾ മൂലം കുട്ടികളുടെ വാക്സിൻ സ്വീകരണം കുറയുന്നതായി റിപ്പോർട്ട്. അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യുന്നതിലെ ബുദ്ധിമുട്ട്, എന്ത് വാക്സിനുകൾ എപ്പോൾ ആവശ്യമാണ് എന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളുടെ അഭാവമാണ് മാതാപിതാക്കൾ കുട്ടികൾക്ക് വാക്സിനേഷൻ നൽകുന്നതിൽ തടയപ്പെടുന്നതെന്ന് പുതിയ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. വാക്സിനോടുള്ള ഭയത്തേക്കാൾ പ്രായോഗികവും ലോജിസ്റ്റിക്കൽ ബുദ്ധിമുട്ടുകളുമാണ് കുടുംബങ്ങളെ കൂടുതൽ നിരുത്സാഹപ്പെടുത്തുന്നതെന്ന് ശിശുരോഗ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മിക്ക വാക്സിനുകളുടെയും സ്വീകരണ നിരക്ക് UKയിൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ കുറഞ്ഞിട്ടുണ്ട്. ഇത് മീസൽസ്, വൂപ്പിംഗ് കഫ് എന്നിവ പടർന്നു പിടിക്കുന്നതിന് കാരണമായി. NHSുമായി ചേർന്ന് കുട്ടികളിൽ വാക്സിൻ സ്വീകരണ നിരക്ക് ഉയർത്തുവാൻ വേണ്ട പ്രവർത്തനം തുടരുമെന്ന് UKയിലെ ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. UKയിലെ ഫുഡ് ഡെലിവറി കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുവാൻ തീരുമാനം. ഊബർ ഈറ്റ്സ്, ഡെലിവേറോ, ജസ്റ്റ് ഈറ്റ് എന്നീ കമ്പനികളിൽ ജോലി ചെയ്യുന്നവരുടെ അക്കൗണ്ടുകൾക്ക് പുറമെ മറ്റ് ആളുകൾ അവയുടെ പേരിൽ അനധികൃതമായി ജോലി ചെയ്യുന്നുവെന്ന ആരോപണത്തെ തുടർന്നാണ് പുതിയ നടപടികൾ. മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കമ്പനികൾ ഈ തീരുമാനത്തിലെത്തിയതെന്ന് അധികൃതർ വ്യക്തമാക്കി. നിയമവിരുദ്ധമായി ജോലി ചെയ്യുന്നവരെ കഴിഞ്ഞ ആഴ്ച ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് ഒരു ഹോട്ടലിൽ നടത്തിയ സന്ദർശനത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ടുണ്ട്. പുതിയ സുരക്ഷാ പരിശോധനകൾ അടുത്ത 90 ദിവസത്തിനുള്ളിൽ നടപ്പിലാക്കുമെന്ന് കമ്പനി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ സ്വകാര്യ റോയൽ ട്രെയിൻ ഡീകമ്മീഷൻ ചെയ്യുവാൻ ഒരുങ്ങുന്നു. ചാൾസ് രാജാവിന്റെ ഭരണ പരിഷ്കരണ ശ്രമങ്ങളുടെയും ചെലവ് കുറയ്ക്കുവാനുള്ള നീക്കത്തിന്റെയും ഭാഗമായാണിത്. 1840 മുതൽ ബ്രിട്ടനിലെ രാജകുടുംബാംഗങ്ങൾ രാജ്യത്തിനകത്ത് യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ട്രെയിനായിരുന്നു ഇത്. എന്നാൽ ഇപ്പോൾ ട്രെയിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് കൂടുതൽ ചെലവേറിയതായി മാറിയിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. പുതുതായി ലഭിച്ച ഇന്ധന ക്ഷമതയുള്ള 2 ഹെലികോപ്റ്ററുകൾ ട്രെയിന് പകരമായി ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യക്കെതിരായ 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിൽ ആദ്യ ടെസ്റ്റിൽ കളിച്ച ടീമിൽ മാറ്റമൊന്നുമില്ലാതെയാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത്. പേസർ ജോഫ്രെ ആർച്ചർ ഇംഗ്ലണ്ട് പ്ലേയിംഗ് 11-ൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ആർച്ചറെ 2ാം ടെസ്റ്റിനുള്ള ടീമിലേക്ക് പരിഗണിച്ചിട്ടില്ല. അതേസമയം 2 സ്പിന്നർമാരെ 2ാം ടെസ്റ്റിൽ ഇന്ത്യ കളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ബുംറ കളിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. നാളെ ബർമിംഗ്ഹാമിലാണ് ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റ് തുടങ്ങുന്നത്. ഹെഡിംഗിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ ജയിച്ച ഇംഗ്ലണ്ട് 5 മത്സര പരമ്പരയിൽ 1-0 മുന്നിലാണ്. UKയിലെ മോനിപ്പള്ളി നിവാസികളുടെ 17ാമത് സംഗമം ബൂസ്റ്ററിൽ നടന്നു. സംഗമത്തിന്റെ പ്രസിഡന്റ് സിജു കുറുപ്പൻതറയിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജീൻസ് മംഗലത്ത്, ട്രഷറർ നോബി കൊച്ചുപറമ്പിൽ, ജോണി ഇലവംകുഴപ്പിൽ, ലിമാൻ നോബി കൊച്ചുപറമ്പിൽ, സൈമൺ മടത്താംചേരിൽ, ജോസഫ് ഇലവങ്കൽ എന്നിവർ സംസാരിച്ചു. മോനിപ്പള്ളി മോഹനപ്പള്ളി നേരുന്നടിയും ഗ്രാമമെന്ന മോനപ്പള്ളിയെക്കുറിച്ചുള്ള ഗാനം സ്റ്റീഫൻ താങ്ങിമുമ്പിൽ ആലപിച്ചു. ഉച്ചയ്ക്ക് ആരംഭിച്ച പരിപാടികൾ രാത്രി 8 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. ഷെഫീൽഡ് സെന്റ് ജോർജ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ 20ാം വാർഷികം ജൂലൈ 12 ശനിയാഴ്ച ആഘോഷിക്കുന്നു. രാവിലെ 8:30 ഭദ്രാസന മെത്രാപ്പൊലീത്ത ഡോക്ടർ എബ്രഹാം മാർ സ്തെഫനോസ് വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് അദ്ദേഹം 20ാം വാർഷിക പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്യും. ഷെഫീൽഡ് സിറ്റി കൌൺസിൽ അംഗങ്ങൾ, ഇടവക മുൻ വികാരിമാർ, വിവിധ സഭയുടെ വൈദികർ എന്നിവർ ചടങ്ങിൽ ആശംസകൾ നൽകി സംസാരിക്കും. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ചാരിറ്റി പ്രവർത്തന ഉദ്ഘാടനവും തദവസരത്തിൽ നടക്കും. വികാരി ഫാദർ ബിനോയ് ജോഷുവ, ട്രസ്റ്റി രാജൻ ഫിലിപ്പ്, സെക്രട്ടറി ജീന മാത്യൂസ്, ഇടവക കമ്മിറ്റി അംഗങ്ങൾ എന്നിവരാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന്റെ വാർത്താസമ്മേളനത്തിൽ നാടകീയ രംഗങ്ങൾ. പരാതിയുമായി മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ വാർത്താസമ്മേളനം നടക്കുന്ന ഹാളിലേക്ക് എത്തി. സർവീസിൽ ദുരിതം അനുഭവിച്ച പരാതി, 30 വർഷം സർവീസിന് അനുഭവിച്ച വേദനകൾ എന്നിവ പറഞ്ഞ ചില രേഖകൾ ഉയർത്തിക്കാണിച്ചാണ് പരാതി ഉന്നയിച്ചത്.
കൊൽക്കത്ത ലോ കോളേജിലെ കൂട്ടബലാത്സംഗ കേസിൽ CCTV ദൃശ്യങ്ങളും പ്രതികളുടെ ഫോണുകളും പ്രത്യേക അന്വേഷണ സംഘം ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. 11 മണിക്കൂർ ദൈർഘ്യമുള്ള ദൃശ്യങ്ങളാണ് DVRലുള്ളത്. മുഖ്യപ്രതി മോണോജിത് മിശ്രയുടെ ഫോണിൽ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഉണ്ട്. കോട്ടയം കോടിമത പാലത്തിന് സമീപമുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. പിക്കപ്പ് വാനും ബൊലോറയും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇന്നലെ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ബൊലോറയിൽ സഞ്ചരിച്ചിരുന്ന കൊല്ലാട് സ്വദേശികളായ ജയ്മോൻ, അർജുൻ എന്നിവരാണ് മരിച്ചത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.